ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മാന്തൾ മുളകിട്ടതുമായിട്ടാണ്. മാന്തൾ, നങ്ക് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഉള്ള പേരുള്ള മീൻ ഇതേ കണ്ടല്ലോ. ഇതാണ് നമ്മുടെ മാന്തൾ. നല്ല കുടംപുളി ഇട്ട് നല്ല എരിവൊക്കെ ഇട്ടുള്ള നല്ല സൂപ്പർ മുളകിട്ട് വറ്റിച്ച മീൻകറി. അപ്പോൾ ഈ മീൻകറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയല്ലോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കിച്ചൺ ടു സ്റ്റഡിയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഹാപ്പി ക്രിസ്മസ് ഒക്കെ അടിപൊളിയായി ആഘോഷിച്ചെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് മാന്തൾ മുളകിടാനായിട്ട് എന്തൊക്കെ എടുത്തിട്ടുണ്ടെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് മാന്തൾ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കിലോ അളവിൽ മാന്തൾ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന മാന്തളാണ്, കണ്ടല്ലോ ഇത്. അപ്പോൾ ഇനി ഈ മാന്തൾ നമുക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ളത് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് പിന്നെ ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി അതിലേക്ക് 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞു, കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് ചെറിയ ഉള്ളി നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ ഒരു തക്കാളി ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 2 കഷ്ണം കുടംപുളി കീറി സോക്ക് ചെയ്തെടുത്തതാണ്, അത് നമുക്ക് കറിയിൽ ചേർക്കാം. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, ഒരല്പം വലിയ ജീരകം ചേർത്ത് കൊടുക്കാം ആദ്യം. പിന്നെ നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്തു. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം, അത് എരിവുള്ളതാണ്. ഇനി നമുക്ക് കളറിന് ആവശ്യമായിട്ടുള്ള കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതൊരു 2-2.5 ടേബിൾ സ്പൂൺ വരെ ആവാം. ഞാനിപ്പോൾ 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടാക്കിയെടുക്കാം. ആദ്യം നമ്മൾ താളിക്കുന്നത് നമ്മുടെ ഈ എന്താ പറയുക, നോൺ സ്റ്റിക്കിൽ താളിച്ചിട്ട് നമ്മൾ കറി നമ്മൾ ചട്ടിയിലേക്ക് മാറ്റും. നമ്മൾ ചട്ടിയിൽ താളിക്കുമ്പോൾ ചട്ടിയിൽ വല്ലാതെ പുക വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചട്ടിയിൽ താളിക്കാറില്ല. ഇപ്പോൾ നോൺ സ്റ്റിക്കിൽ താളിച്ചതിന് ശേഷം നമ്മൾ ചട്ടിയിലേക്ക് കറി മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാനൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഞാനിപ്പോൾ അരപ്പ് അരച്ചെടുത്തു കേട്ടോ. ഇതേ എന്താ പറയുക, എരിവുള്ള 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ചെറിയ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 6-7 ചെറിയ ഉള്ളി, ഒരു നുള്ള് വലിയ ജീരകം കൂടെ അരച്ചെടുത്താണിത്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വരുന്നതിലേക്ക് നമുക്ക് കടുക്, ഉലുവ, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മീൻകറിക്ക് ചിലവർ കടുകിടില്ല, ചെറിയ ഉള്ളിയൊക്കെ താളിക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കടുക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടണ്ട കേട്ടോ. ഉലുവ പിന്നെ മീൻകറിക്ക് നമ്മൾ എല്ലാവരും ചേർക്കുന്നതാണല്ലോ. ഉലുവ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് കടുകും വറ്റൽമുളകും ഉലുവയും ഇട്ട് കൊടുക്കാം കേട്ടോ.
ഫ്ലെയിം ഫുള്ളിലാണ്, കുറച്ച് വയ്ക്കാം. പാൻ ചൂടാവാൻ വേണ്ടി ഫുള്ള് ചൂടിൽ വെച്ചു. ഇപ്പോൾ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്താണ്. ഇറക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയൊരു സവാളയും 5-6 ചെറിയ ഉള്ളി അരിഞ്ഞെടുത്താണ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൽ 3 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴന്ന് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഒരു സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഞാൻ തീയൊന്ന് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് വഴന്ന് വന്നോട്ടെ. അതിൽ ഒരുപാട് സമയം നമ്മൾ മേനക്കെട്ട് ഇളക്കേണ്ടി വരും. അപ്പം അത് വേണ്ട, കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മിക്സിയിൽ അരച്ചെടുത്താണ്. അപ്പം അതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. കാരണം മഞ്ഞൾപ്പൊടി ഇട്ട് അരയ്ക്കാത്തതെന്ന് വെച്ചാൽ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ അടപ്പിനൊക്കെ മഞ്ഞ കളർ പിടിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കാറില്ല. നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരട്ടെ. നമ്മൾ മുളകിട്ട് വെക്കുന്ന ഏതൊരു മീൻകറിക്കും ചെറിയുള്ളി ആട്ടോ ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റ്. അപ്പോൾ പക്ഷേ ചെറിയുള്ളി നമ്മൾ നന്നാക്കി തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സമയം ക്ഷമ ഒക്കെ വേണ്ടേ. അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ ചെറിയുള്ളി തന്നെ എടുക്കാറ്. ചിലപ്പോൾ സമയം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒരു ചെറിയ സവാളയും അതിനോടൊപ്പം തന്നെ പകുതി ചെറിയുള്ളിയും കൂടി എടുക്കും കേട്ടോ. അപ്പോഴും നമുക്ക് കുഴപ്പമുണ്ടാവില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഇതെല്ലാം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ഞാൻ ജ്യൂസാക്കി എടുത്താണ്. അതൊന്ന് അതുപോലെ നമ്മൾ തക്കാളി ജ്യൂസാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കറിയിലേക്ക് അത് വെന്ത് അലിഞ്ഞ് ചേരും കണ്ടോ. അല്ലെങ്കിൽ കഷ്ണാക്കി ഇടുമ്പോൾ അത് വഴഞ്ഞ് അരിഞ്ഞ് ചേർന്ന് വരാൻ ഒത്തിരി സമയം എടുക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ കറിയിലേക്ക് അത് യോജിച്ച് വരും. നല്ല മണം മുളകിൻ്റെ ഒക്കെ. തക്കാളി എല്ലാം വെന്തു, നല്ല നമ്മുടെ സവാളയിലെല്ലാം പിടിച്ചു, നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വന്നു കണ്ടോ, കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ തക്കാളിയുടെ പച്ചമുളക് മാറി. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുളക് അരച്ചത് ഒഴിച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ അരച്ചൊഴിക്കുമ്പോൾ മുളക് പൊടികൾ കരിഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അതാണ് നമ്മളിങ്ങനെ അരച്ചൊഴിക്കുമ്പോൾ മുളക് നമുക്കൊന്ന് കഴുകി ഒഴിക്കണം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പൊടികളൊന്ന് നല്ലപോലെ പച്ചമണം പോകുന്നത് വരെ വാട്ടിയെടുക്കാം. ഇത് നമ്മുടെ മുളകും നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്.
പച്ചമണമൊക്കെ മാറി എണ്ണ തെളിയാൻ തുടങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളിയുടെ വെള്ളവും പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർക്കാം. എന്നിട്ട് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ താളിക്കുമ്പോൾ ഒരു സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി ഇത് ചട്ടിയിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നമ്മുടെ കറി ഞാൻ പാനിൽ നിന്ന് ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. ഇനി നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, നമ്മൾ താളിക്കുമ്പോൾ ഇട്ട ഉപ്പാണ്. ഒരു അര സ്പൂണും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് അപ്പം ചേർക്കാം. പിന്നെ ഇപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആ കറി ലൂസാക്കിയിരിക്കുന്നത്. ഇനി നോക്കിയിട്ട് നമുക്ക് പിന്നെ വെള്ളം ചേർക്കൽ നടക്കില്ല, ഇപ്പം തന്നെ നോക്കാം. രണ്ടും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. തീ കൂട്ടി വയ്ക്കാം. നല്ല എരി, പുളി ഇറങ്ങി വരുന്നുള്ളൂ, തിളച്ചിട്ടില്ലല്ലോ. നമ്മൾ കറിയൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. ഓക്കെ, തിളച്ച് വരട്ടെ. നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നു. കുറച്ച് സമയമായി, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാൻ കുറച്ച് ഉപ്പൊക്കെ നോക്കിയപ്പോൾ കുറവായിരുന്നു. അപ്പോൾ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചാറുക ഈ ഒരു രീതിയിൽ, ഈ ഒരു കൺസിസ്റ്റൻസിയിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് വറ്റിയിട്ട് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല എരിവ്, പുളി, എന്താ പറയുക, എല്ലാം കറക്റ്റാട്ടോ. ഉപ്പും നല്ലൊരു സൂപ്പർ മുളകിൻ ചാറാണ്. അപ്പോൾ ഒന്നും കൂടി വറ്റിയതിന് ശേഷം നമുക്ക് മീൻ ചേർക്കാം. അപ്പോൾ നമ്മൾ ഇത് കറിയൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ എല്ലാ മീൻ പോലെയല്ല നമ്മുടെ മാന്തൽ. എന്താണെന്ന് വെച്ചാൽ ഇത് ചൂട് തട്ടുമ്പോഴേക്ക് വെന്ത് കലങ്ങി പോകുന്ന മീനാണ്, അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഒന്ന് തിളച്ച് വരികയേ വേണ്ടു. അതോടെ നമ്മുടെ അടിപൊളി മാന്തൽ മുളകിട്ടതിൻ്റെ ജോലി തീരും. സൂപ്പർ കറിയാണ്. അപ്പോൾ എന്താ പറയുക, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി കാണിക്കരുത്. കണ്ടോ, നമ്മളെ ഒന്ന് തിളച്ചോട്ടെ. ഇനി താളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ ഒന്നും കൂടെ ഒന്ന് നമ്മളെ മീൻ കുക്കാകുമ്പോഴത്തേക്കും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം, അല്പം കറിവേപ്പില ഒഴിക്കാം. അത്രേ വേണ്ടൂ. നമ്മുടെ കറി റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശരിക്കും തിളച്ചോട്ടെ. നമുക്ക് തീ കൂട്ടി തന്നെ വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തിളച്ചോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മീൻ പൊടിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. മതിയാവും കേട്ടോ. ആഹാ, നല്ല സുന്ദര കളറാട്ടോ. നമ്മളിവിടെ മാന്തളെന്ന് പറയും, ചിലയിടത്ത് ഇത് നങ്കെന്ന് പറയും അല്ലേ. എന്തൊക്കെയോ നമ്മളോരോ മീൻ എത്ര പേരാണ് ആളുകൾ ഇടുന്നത് പല സ്ഥലങ്ങളിലും.
നമുക്കൊക്കെ ഓരോ പേരേ ഉള്ളൂ, ഇതിനൊക്കെ ഒത്തിരി പേരാ. അപ്പോൾ ഇതാ നമ്മുടെ കിടിലൻ രുചിയുള്ള അടിപൊളി മാന്തൾ മുളകിട്ടത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റി, നല്ല എരിവ് പുളിയും ഉപ്പും ഒക്കെയുള്ള നല്ലൊരു അടിപൊളി മീൻകറിയാണ്. അപ്പം ഞാൻ മീൻകറി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, താങ്ക്